ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 11 അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ആ വാക്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുത്തു. അത് ദൈവം കേട്ടു. അപ്പോൾ ദൈവം തീ അയച്ച് ജനത്തിൻ്റെ പാളയത്തിൻ്റെ വശങ്ങളിലുള്ള അതിർത്തിയിലുള്ളവരെ കൊന്നുകളഞ്ഞു, ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. ആ തീ കെട്ടുപോയി. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ദൈവം അവരുടെ പിറുപിറുപ്പ് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ശിക്ഷയായിട്ടാണ് ഈ തീ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മരിക്കാതെ ജീവിച്ചിരുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ല. 4-ാം വാക്യത്തിൽ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി എന്ന് നാം വായിക്കുന്നു. ആരാണ് ഈ സമ്മിശ്ര ജാതി? മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നവരാണ് ഈ സമ്മിശ്ര ജാതി. അവർ ഇസ്രയേൽ മക്കളാണോ എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ മക്കളാണ്, എന്നാൽ പൂർണ്ണമായി ഇസ്രയേൽ മക്കളല്ല. അതുകൊണ്ടാണല്ലോ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത്. അവർ ഇസ്രയേൽ മക്കളും ഇസ്രയേലിലുള്ളവരും ചേർന്നുണ്ടായ ഒരു ജാതി ആയിരുന്നിരിക്കാം. എന്തായാലും അവരാണ് പിന്നെ ദൈവത്തിന് വിരോധമായി പരാതി പറയുന്നതിൽ മുൻകൈയെടുത്തത് എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇവർ ദൈവത്തിൽ ആശ്രയിക്കാതെ പിറുപിറുക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ മിസ്രൈമിൽ ചില അത്ഭുതങ്ങളൊക്കെ കണ്ടു. ഇസ്രായേൽ മക്കളുടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടു. 10 പ്ലേഗുകൾ, 10 ബാധകൾ, അവ അത്ഭുതങ്ങളായിരുന്നുവല്ലോ. അതിൽ 10ാമത്തെ ബാധ, രക്തം പുരട്ടിയില്ലെങ്കിൽ ആ വീട്ടിലെ ആദ്യജാതൻ കൊല്ലപ്പെടും എന്നതായിരുന്നു. അതൊരു പക്ഷേ ഇവർ വിശ്വസിച്ചു രക്ഷപ്പെടാൻ വേണ്ടി പെസഹയും ആചരിച്ചു കാണും. പക്ഷേ അവർ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്തില്ല. അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കണം, മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും സ്വത്ത് കിട്ടുമെങ്കിൽ അത് വേണം, പിന്നെ മരുഭൂമിയിലാണെങ്കിലും വെള്ളം വേണം, ഭക്ഷണം വേണം, സുഖമായി ജീവിക്കണം. ഇതിലപ്പുറമൊന്നും അവർക്കില്ലായിരുന്നു. എന്ന് മാത്രമല്ല, അവർ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്തവരായിരുന്നു. അവരെക്കുറിച്ച് നാം വായിക്കുന്നത് അവർ ദുരാഗ്രഹികളായി എന്നാണ്. ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം ആഗ്രഹിക്കുന്നവർ. നമുക്ക് ആവശ്യമില്ല എന്ന് ദൈവം തീരുമാനിച്ച അറിഞ്ഞ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരാണ് ദുരാഗ്രഹികൾ. അവർ ദുരാഗ്രഹികളായി അവർ കരഞ്ഞു. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരുമെന്നാണ്. ഈ ചോദ്യം വളരെ ബാലിശമായൊരു ചോദ്യമാണ്. ഞാനത് വിശദീകരിക്കാം. മിസ്രൈമിൽ അവർക്ക് ഇറച്ചി കിട്ടിയിരുന്നു എന്ന കാര്യം എനിക്ക് സംശയമാണ്. കാരണം അവിടെ പശുക്കളെ കൊല്ലുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ ഇറച്ചി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, 5-ാം വാക്യത്തിൽ അവർ തിന്നിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ മത്സ്യമുണ്ട്, മാംസമില്ല. പിന്നെ ഒക്കെ വെജിറ്റബിളാണ്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇറച്ചി തിന്നണമെന്നാണ്. ഇസ്രായേൽ മക്കൾക്ക് ഇറച്ചി തിന്നാനുള്ള വഴി ദൈവം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇറച്ചി കഴിക്കണമെങ്കിൽ ഒരു മൃഗത്തെ എടുക്കുക, സമാധാനയാഗം കഴിക്കുക, അതിൻ്റെ ഒരു ഭാഗം ലേവ്യന്, പുരോഹിതന് കൊടുക്കുക, ബാക്കി നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ്. അവർക്ക് സമാഗമന കൂടാരമുണ്ട്, അവിടെ ദൈവത്തിന് യാഗം കഴിക്കുവാനുള്ള യാഗപീഠമുണ്ട്. അവർക്ക് അവിടെ പോയി യാഗം കഴിക്കാം. ഇവർക്ക് മൃഗങ്ങളുണ്ട്. യാഗം കഴിക്കുകയും ഒരു വീതം പുരോഹിതന് കൊടുക്കുകയും ബാക്കി അവർക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. അത് ചെയ്യാതെ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ ആര് തരും? ഇവർക്ക് മൃഗങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്, അതിനെ എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോരാ, ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇറച്ചി തരണം. അത് മോശയുടെ ഉത്തരവാദിത്തമാണ്, അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി
എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇത് മാത്രമേ ഇവർ ഓർക്കുന്നുള്ളൂ. അവിടെ വെച്ച് കിട്ടിയ അടിയൊന്നും ഇവർ ഓർക്കുന്നില്ല. അവിടെ വെച്ച് ഫറവോൻ ഇവരെ പീഡിപ്പിച്ചത് അവർ ഓർക്കുന്നില്ല. അവരുടെ മേൽ അധികാരമുണ്ടായിരുന്ന അവരുടെ ഫോർമൻ, ആ ആളുകൾ ഇവരെ കൊണ്ട് അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇഷ്ടിക കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് അടി കൊടുക്കുമായിരുന്നു, ഇവർക്ക് വൈക്കോൽ കൊടുക്കുകയില്ലായിരുന്നു. അതൊന്നും അവർ ഓർക്കുന്നില്ല. വെറുതെ കിട്ടിയ മത്സ്യത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കണക്ക് പറയുന്നു. വെറുതെ കിട്ടാൻ കാരണം ഒരുപക്ഷേ ഈ സാധനങ്ങൾ ആ നാട്ടിൽ ആർക്കും വേണ്ടാത്തതായിരുന്നു. അതൊരു പക്ഷേ ഇവർ എടുത്ത് കഴിച്ചു കാണും. എന്നിട്ട് ഇവർ പറയുന്നു, ഇപ്പോഴും ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഇറക്കി കൊടുക്കുന്ന മന്നയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. ഇത് ആദ്യം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതെന്ത്, വളരെ അതിശയമായിരിക്കുന്നു, വളരെ രുചിയുണ്ട്. അവർ പറഞ്ഞു, മന്ന ഇതെന്ത്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇതെന്ത് എന്ന് പറഞ്ഞ് മന്നയെ പുച്ഛിക്കുന്നു. മന്ന സ്വതവേ തന്നെ ഒന്നും ചെയ്യാതെ കഴിക്കാൻ നല്ലതായിരുന്നു. ഇപ്പോൾ അവർ അത് കൊണ്ട് അപ്പമുണ്ടാക്കുന്നു, പുഴുങ്ങുന്നു, ദോശ പോലെ ഉണ്ടാക്കി കഴിക്കുന്നു. എന്തായാലും ഇത് അവരുടെ ആരോഗ്യത്തിന് നല്ല ഒരു ഭക്ഷണമായിരുന്നു. രാത്രി ദൈവം മഞ്ഞ് പൊഴിയുമ്പോൾ മന്ന കൂടെ പൊഴിച്ചു കൊടുക്കും. ഇത് ആണ് കഴിഞ്ഞ 1 വർഷത്തോളമായി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജനം കുടുംബമായി ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും അനിഷ്ടമായി. ദൈവം അവർക്ക് കൊടുത്ത പ്രൊവിഷൻസ്, അവർക്ക് കൊടുത്ത നന്മകൾ, അതിൽ സന്തോഷിക്കാതെ ദൈവത്തിനും ദൈവദാസനുമെതിരെ പിറുപിറുക്കുക. ഇത് ഓരോരുത്തരും കുടുംബമായി ചെയ്തു എന്നാണ്. അവനവൻ്റെ കൂടാരവാതിൽക്കൽ ഇത് ചെയ്തു. ഇതിൽ നിന്ന് ആരും ഒഴിവുള്ളവരായിരുന്നില്ല. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ പിറുപിറുക്കുക, പരാതി പറയുക എന്നുള്ളത് ഒരു പകർച്ചവ്യാധിയാണ്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വേറൊരാളോട് പരാതി പറഞ്ഞാൽ ആ ആൾ അയാളുടെ ജീവിതത്തിലുള്ള ചീത്തയായ കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയും. അപ്പോൾ ഈ പരാതി പറച്ചിലെന്നുള്ളതൊരു പകർച്ചവ്യാധി പോലെ എല്ലാവരിലും പടരും. അങ്ങനെ ഓരോരുത്തൻ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും അവരുടെ കൂടാരവാതിൽക്കലിരുന്ന് പരാതി പറയുകയാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം വൈഷമ്യത്തിലായിരുന്നു നമ്മൾ ഓർക്കണം. പിശാചിൻ്റെ അടിമയായി കഴിഞ്ഞപ്പോൾ നമുക്ക് യാതൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ലായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറന്നു കളഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള ചില നിസ്സാര കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ഇപ്പോൾ എനിക്കൊരു സന്തോഷവുമില്ല, ഒരു അനുഗ്രഹവുമില്ല എന്ന് പറയുന്നത് നന്ദികേടാണ്, ദൈവദൂഷണമാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും അപകടമായി തീരും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.